അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. രാഹുൽ borrowed a sum of rupees 1,150 from Amit at the simple interest rate of 6% per annum for 3 years. He then added some more money to the borrowed sum and lent it to Sachin for the same time at 9% per annum simple interest. If Rahul gains rupees 274.95 by way of interest on borrowed sum as well as his own amount from the whole transactions, then what is the sum lent by him to Sachin? Options: Option A 1,200, Option B 1,285, Option C 1,690, Option D 1,785. ക്വസ്റ്റനിൽ എന്താ പറഞ്ഞേക്കുന്നത്? രാഹുൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ 1,150 രൂപ അമിത്തിന്റെ വാങ്ങിച്ചു. റേറ്റ് എത്രയായിരുന്നു? 6% പെർ ആനം ആയിരുന്നു. 1 വർഷം 6%, 3 വർഷത്തേക്കാണ് എടുത്തത്. അയാൾ കയ്യിലുള്ള കുറച്ച് പൈസയും കൂടെ ആഡ് ചെയ്തിട്ട് അത് സച്ചിന് കൊടുത്തു. അത് അമിത്തിനെ രാഹുൽ വാങ്ങിച്ചു. രാഹുൽ എന്നിട്ട് സച്ചിന് കൊടുത്തു. പക്ഷെ കൊടുത്ത റേറ്റ് എത്ര? 9% പെർ ആനത്തിലാണ് കൊടുത്തത്. ഇങ്ങനെ ചെയ്തപ്പോൾ രാഹുലിന് 274.95 ലാഭം കിട്ടി ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ആണല്ലോ ലാഭം എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ 274.95 ലാഭം കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാഹുല് സച്ചിന് കൊടുത്ത എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, എങ്ങനെ ചെയ്യും? രാഹുല് സച്ചിന് കൊടുത്ത എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് എക്സ് ആണെന്ന് വിചാരിക്കുക. ലെറ്റ് എക്സ് ബി ദ എമൗണ്ട് ഗിവൺ ബൈ രാഹുൽ ടു സച്ചിൻ. ഓക്കെ, രാഹുൽ സച്ചിന് കൊടുത്ത എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ആ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അത് എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ലാഭം ഉണ്ടായിരിക്കുന്നെന്ന് പറയുന്നത് 274.95. ഇവിടുത്തെ ലാഭം എന്താണ്? ആക്ച്വലി അമ്പത്തിനെ 6% ഇതിന് വാങ്ങിച്ചിട്ട് അത് 9%-ത്തിനാണ് കൊടുക്കുന്നത്. 3 വർഷത്തേക്കാണ്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് ആണ് അവിടുത്തെ ആ ഒരു ഇൻട്രസ്റ്റിന്, 2 ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് ആണ് അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ് റുപ്പീസ് ആണ് സച്ചിന് കൊടുക്കുന്നത് വിചാരിക്കുക. എക്സ് റുപ്പീസ്, അവിടുത്തെ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 9%. റേറ്റ് 9% ആണ് 3 വർഷത്തേക്ക്. അപ്പൊ അവിടുത്തെ ഇൻട്രസ്റ്റ് ഇത്രയാണ് കിട്ടുന്നത്. ഓക്കെ, എക്സ് ആണ് എമൗണ്ട് എന്ന് വിചാരിക്കുക. ഫുൾ എമൗണ്ട് 1,150 പ്ലസ് ഒരു എമൗണ്ട് ഉണ്ട്, അത് കൂട്ടുന്നതാണ് എക്സ് എന്ന് വിചാരിക്കുക. ആ ഫുൾ എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിൽ നിന്ന് 1,150 രൂപ 6 റേറ്റ് 3 വർഷത്തേക്ക്. ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 1,150ന്റെ ഇൻട്രസ്റ്റും ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി രാഹുൽ ഗെയിൻസ് rupees 274.95 എന്നാ പറയുന്നത്. അപ്പൊ അതാണ് അവിടെ വരുന്നത് 274.95. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. രാഹുൽ borrowed a sum of rupees 1,150 from Amit at simple interest rate of 6% per annum for 3 years. He then added some more money to the borrowed sum and lent it to Sachin for the same time at 9% per annum simple interest. If Rahul gains rupees 274.95 by way of interest on borrowed sum as well as his own amount for the whole transaction, then what is the sum lent by him to Sachin? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയതിന്റെ ആ ഒരു ഗെയിൻ ചെയ്തേക്കെന്ന് പറയുന്നത് 274.95 തന്നിട്ടുണ്ട്. അപ്പം 9% 3 വർഷത്തേക്ക് എക്സ് എമൗണ്ട് ആണെന്ന് വിചാരിക്കുക. അത് മൈനസ് ബോറോ ചെയ്ത 1,150, അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അത് കുറയ്ക്കുന്നതുകൊണ്ട് എത്ര കിട്ടേണ്ട? ഗെയിൻ ആണ് വന്നിരിക്കുന്നത് 274.95. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി ഇവിടെ? 27x മൈനസ് 1150 into 18 ആണ് വരുന്നത്. ഓക്കെ, അതായത് RT% എന്നുള്ള ഈ 100 അങ്ങോട്ട് എടുത്തു ആ ഡെസിമൽ മാറ്റാൻ വേണ്ടി. അതുകൊണ്ടാണ് RT% എന്നുള്ള രീതിയിൽ 100 അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 27495 എന്ന് വരും. 27495 എന്ന് വരും. 27x എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? നമുക്ക് 27495 പ്ലസ് 1150 into 18/27 വരും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 1785 എന്ന് കിട്ടും. 1785 എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി 1785 എന്ന് കിട്ടും. ഓക്കെ, അപ്പം അയാൾക്ക് കിട്ടിയ ഗെയിൻ തന്നിട്ടുണ്ട്. ആ ഗെയിൻ എന്ന് പറയുന്നത് അയാൾ ബോറോ ചെയ്തപ്പോൾ ഉള്ള ഇൻട്രസ്റ്റ്, അയാൾ കൊടുത്തപ്പോൾ ഉള്ള ഇൻട്രസ്റ്റ്, അതിന്റെ ഡിഫറൻസ് ആണ്. ആലോചിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 equal sums of money are lent at the same time at 8% and 7% per annum simple interest. The former is recovered 6 months earlier than the latter, and the amount in each case is 2,560. The sum and the time for which the sums of money are lent out are: option A 2,000 3.5 years into 4 years, 1,500 3.5 years 4 years, 2,000 4 years 5.5 years, none of these. 2 ഈക്വൽ എമൗണ്ട് 8% 7% ഇൻട്രസ്റ്റിന് കൊടുത്തു. ആദ്യത്തെ എമൗണ്ട് 6 മാസം മുന്നേ എടുത്തെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 2 കേസിലും എമൗണ്ട് എന്താണ് വന്നേക്കുന്നത്? എമൗണ്ട് എന്ന് പറയുന്നത് 2560 ആണ്. 2 കേസിലും എമൗണ്ട് 2560 ആണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ സം ആൻഡ് ടൈം ഫോർ വിച്ച് ദ സംസ് ഓഫ് മണി ആർ ലെൻഡ് ഔട്ട്, അതായത് ഏതാണ് ആ എമൗണ്ട് പ്രിൻസിപ്പൽ എന്നും എത്രയാണ് ഓരോ ടൈം പീരീഡും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഓപ്ഷൻ സി നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാര്യം എന്താ? ടൈം 4 ഇയേഴ്സും 5.5 ഇയേഴ്സും ആണ്. ടൈമിന്റെ ഡിഫറൻസ് 6 months ആണ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി അല്ല, നൺ ഓഫ് ദീസ് നമുക്ക് അവിടെ നിൽക്കട്ടെ. ബാക്കി രണ്ട് ഏതെങ്കിലും ഓപ്ഷൻ ആകാനാണ് ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഏറ്റവും എളുപ്പം ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷനിൽ തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ 8% ആണ്, ഇത് 7% ആണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു. ടൈം ഇവിടെ 3.5 ഇയേഴ്സും ഇത് 4 ഇയേഴ്സും ആണ്. ഓക്കെ, പ്രിൻസിപ്പല് 2000. എന്ത് കേസ് ആണെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് 2560 തന്നിട്ടുണ്ട്, രണ്ട് കേസ്. ഓക്കെ, ഇപ്പൊ പ്രിൻസിപ്പൽ 2000 ആണ്, എമൗണ്ട് 2560 ആണെങ്കിൽ ഇൻട്രസ്റ്റ് അവിടെ എത്രയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് 560, അതിന്റെ ഡിഫറൻസ് 560 ആണ് വരുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താ? RT% ഓഫ് പി ആണ്. ഇവിടെ RT% എത്ര? 7 into 4 28 ആണ്. 8 into 3.5 28 ആണ്. അപ്പൊ 28% ഓഫ് RT% ഓഫ് പി എന്ന് പറയുന്നത് 2000 ആണ്. അത് എത്ര കിട്ടും? 560 തന്നെ കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ എ, 2000 പ്രിൻസിപ്പലും ടൈം 3.5 ഇയറും 4 ഇയേഴ്സ് എന്ന് കിട്ടും. ഓപ്ഷനിൽ നിന്ന് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ എടുത്തപ്പോൾ എമൗണ്ട് 2560 ആണ്, പ്രിൻസിപ്പൽ 2000 ആണെങ്കിൽ ഇൻട്രസ്റ്റ് 560 ആണ്. ഇൻട്രസ്റ്റ് 560 വരുമ്പോൾ നോക്കുക, RT% ഓഫ് പി വെച്ച് നോക്കുമ്പോൾ വരുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The rates of simple interest in two banks A and B are in the ratio 5:4. A person wants to deposit his total savings in two banks in such a way that he received equal half-yearly interest from both. He should deposit the savings in the bank A and B in the ratio 2:5, 5:2, 4:5, 5:4. മനസ്സിലായോ? റേറ്റിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. രണ്ട് ബാങ്കിന്റെ റേറ്റിന്റെ റേഷ്യോ 5:4 ആണ്. അപ്പൊ ആദ്യത്തെ ബാങ്ക് എ റേറ്റ് 5 ആണെങ്കിൽ ബി എത്രയാണ്? 4 ആണ് കൊടുക്കുന്നത്. ഒരാൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യണ സേവിങ്സ് രണ്ട് ബാങ്കിലും രണ്ടിടത്തുനിന്നും കിട്ടുന്ന ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ആൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സേവിങ്സ് എന്ന് പറയുന്നത് ഏത് റേഷ്യോയിൽ വേണം ഇടാൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തുവരും ആൻസർ? വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ 5:4 ആണ് റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. 5:4 ആണ് റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ അല്ലെങ്കിൽ സം എന്ന് പറയുന്ന ഏത് റേഷ്യോയിൽ വരണം? ഇൻട്രസ്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും വരുന്നത്. 4:5. 4:5 ഡയറക്റ്റ് ഓപ്ഷനിൽ എടുക്കുക. 4:5 ഓപ്ഷൻ സി എന്ന് കിട്ടും. ഇതെങ്ങനെയാ വന്നേ? ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇൻട്രസ്റ്റ് സെയിം ആണ്, ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് സെയിം ആണ് തന്നിട്ടുണ്ട്. ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്താ? 1 ഇയറിന്റെ ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. 1.5 ഇയർ, 2 ഇയർ, 3 ഇയറിന്റെ എല്ലാ ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. കാര്യം ഇൻട്രസ്റ്റ് യൂണിഫോംലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് സെയിം ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, സപ്പോസ് പ്രിൻസിപ്പലിന്റെ കേസിൽ നമുക്ക് റേറ്റ് അറിയാം, നമുക്ക് 5:4 ആണ്. ഓക്കെ, ടൈം ഇപ്പൊ 1 ആണെന്ന് വിചാരിക്കുക. ഇൻട്രസ്റ്റ് എന്താ? രണ്ട് കേസിലും സെയിം ആണ്. ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താ? PRT/100 ആണ്. ഫസ്റ്റ് കേസിൽ എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സ് ഇൻറ്റു റേറ്റ് 5 ആയിട്ട് എടുത്തു, T1 ആണെന്ന് വിചാരിക്കുക. ഈ ഇൻട്രസ്റ്റും അടുത്ത കേസിൽ റേറ്റ് 4 ആണ്, ടൈം 1 ഇയറും ഇതാണെന്ന് വിചാരിക്കുക. എക്സും വൈ ആണ് പ്രിൻസിപ്പൽ എന്ന് വിചാരിക്കുക. അപ്പൊ X/Y അതിന്റെ റേഷ്യോ എന്ത് വരും? ഈ 100 ഇതുമെല്ലാം പോകും, 4/5 എന്ന് വരും. 4:5 വന്നിട്ട് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പലിന്റെ റേഷ്യോ എന്തായിരിക്കും? നേരെ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ 5:4 ആണെന്ന് റേറ്റ് എങ്കിൽ പ്രിൻസിപ്പലിന്റെ റേഷ്യോ എന്തായിരിക്കും? 4:5 ആയിരിക്കും. 4:5 ആയിരിക്കും. ഓക്കെ, നമ്മൾ വേറെ ഒന്നും പഠിച്ചായിരുന്നു. ഏതാ? പ്രിൻസിപ്പൽ ഡിവൈഡ് ചെയ്യുന്നോണ്ടേ ഇൻട്രസ്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ 1/R1 T1 1/R2 T2. ഇത് നമ്മൾ നോക്കിയിട്ടുള്ള ഇത് പ്രിൻസിപ്പൽ ഡിവൈഡ് സം ഇങ്ങനെ n പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അതിന്റെ റേഷ്യോ എന്ത് വരും എന്നുള്ളത്, പ്രിൻസിപ്പലിന്റെ റേഷ്യോ എന്ത് വരും എന്നുള്ളത്. അപ്പൊ ടൈം ഇവിടെ നമ്മൾ സെയിം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, T1 T2 സെയിം ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ആ ടൈം പീരീഡിലേക്ക് സെയിം ആണ്. അപ്പൊ റേഷ്യോ നോക്കുക, 1/5:1/4. എന്ത് വരും? 4:5 തന്നെ വരും. ഓക്കെ, ഇത്ര ഒന്നും നോക്കണ്ട. ജസ്റ്റ് റേറ്റിന്റെ റേഷ്യോ ഉണ്ടെങ്കിൽ പ്രിൻസിപ്പലിന്റെ റേഷ്യോ നേരെ ഇൻവേഴ്സ് ആയിരിക്കും. സെയിം ഇൻട്രസ്റ്റ് ആണ് ആ ഒരു സെയിം ടൈം പീരീഡിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. I had rupees 10,000 with me. Out of this money, I lent some money to A for 2 years at 15% simple interest. I lent the remaining money to B for an equal number of years at 18% simple interest.
After 2 years, I found that A had given me rupees 360 more as interest as compared to B. The amount of money which I had lent to B must have been 2,000, 3,000, 4,000, 5,000. എൻ്റെ 10,000 രൂപയുണ്ട്. അത് കുറച്ച് എക്ക് കൊടുത്തു 2 വർഷത്തേക്ക് 15% സിമ്പിൾ ഇൻട്രസ്റ്റ്. ബാക്കി മണി ബിക്ക് കൊടുത്തു 2 വർഷത്തേക്ക് തന്നെ 18% സിമ്പിൾ ഇൻട്രസ്റ്റ്. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എ ആണ് ബി എക്കാട്ടിലും കൂടുതൽ തന്നേക്കുന്നത് 360 രൂപ ഇൻട്രസ്റ്റിന്റെ കേസായിട്ട് ആസ് ഇൻട്രസ്റ്റ്. ദ എമൗണ്ട് ഐ ഹാഡ് ലെൻഡ് ടു ബി, ബിക്ക് ഞാൻ എത്രയാണ് കൊടുത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ലെറ്റ് ദ എമൗണ്ട് ഗിവൺ ടു ബി, ബിക്ക് കൊടുത്ത എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എക്സ് റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അത് എക്സ് റുപ്പീസ് ആണെങ്കിൽ എക്ക് കൊടുത്ത എത്ര ആയിരിക്കും? ടോട്ടൽ നമുക്കറിയാം 10,000 ആണ്. ഓക്കെ, അപ്പൊ ബിക്ക് എക്സ് റുപ്പീസ് കൊടുത്തേക്ക് എക്ക് ഇപ്പൊ എന്തായിരിക്കും? എക്ക് 10,000 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇത് എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് വരുന്നത്? റേറ്റ് പെർസെന്റേജ് എത്ര വരുന്നത്? 15% ആണ് 2 ഇയേഴ്സിലേക്ക്. അപ്പൊ ഇതാണ് അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ RT പെർസെന്റേജ് 30% ഓഫ് 10,000 മൈനസ് എക്സ്. ഇത് മൈനസ് എക്സ് റുപ്പീസ് ആണ് ബിക്ക് കൊടുത്തേക്കുന്നത്, അത് 18% ആണ് 2 ഇയേഴ്സിലേക്ക് തന്നെ. ആ ഇൻട്രസ്റ്റിന്റെ ഈ രണ്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? കാര്യം എക്കും ബിയും തമ്മിലുള്ള എ എന്ന് പറയുന്നത് ബി എക്കാട്ടിലും 360 കൂടുതൽ തന്നിട്ടുണ്ടെന്ന്. ഇതിന്റെ ഇൻട്രസ്റ്റ് മൈനസ് ഇതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 360 കിട്ടണം. ഓക്കെ, ഇനി സിംപ്ലിഫൈ ചെയ്തേ 30x 36x 66x അങ്ങോട്ട് കൊണ്ടുപോയി ഈ 36,000 ഇങ്ങോട്ടും കൊണ്ടുവരുന്നുണ്ട്. എന്തുവരും? എക്സ് എന്ന് പറയുന്നത് 4,000 എന്ന് കിട്ടും. 4,000, അതായത് ബിക്ക് കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 4,000 എന്ന് കിട്ടും. 4,000 ഓപ്ഷൻ സി എന്ന് വരും. ഓക്കെ, നേരത്തെ ഈ സെയിം ടൈപ്പ് നമ്മൾ ചെയ്തതാണ്. അതേപോലെ തന്നെ ഉള്ളത് 15% 2 ഇയേഴ്സ്, 18% 2 ഇയേഴ്സ്. ഈ എക്സ് ആണ്, അത് ബിക്ക് കൊടുത്ത എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരത്തെ ഇൻട്രസ്റ്റും എക്ക് കൊടുത്ത് കിട്ടിയ ആ ഇൻട്രസ്റ്റും ഡിഫറൻസ് ആണ്. എക്ക് ബി എക്കാൾ കൂടുതൽ 360 തന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. ആഫ്റ്റർ 2 ഇയേഴ്സ് ഐ ഫൗണ്ട് ദാറ്റ് എ ഹാഡ് ഗിവൺ മീ 360 മോർ ആസ് ഇൻട്രസ്റ്റ് ആസ് കമ്പയർഡ് ടു ബി. ബി എക്കാളും 360 രൂപയും കൂടെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അവരുടെ ഡിഫറൻസ് ആണ് 360 എന്ന് പറഞ്ഞേക്കുന്നത്. സോൾവ് ചെയ്യുന്നുണ്ടെ ആ ബിക്ക് കൊടുത്ത എമൗണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4,000 എന്ന് കിട്ടും. 4,000 ഓപ്ഷൻ സി. ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാനത് നോക്കുക. ഓക്കെ, എന്നിട്ട് സൊല്യൂഷനിലേക്ക് നോക്കാവും. ഓക്കെ, കൂടുതൽ കൺസെപ്റ്റ് ക്ലിയർ ആവും. നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അവിടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A person invests money in 3 different schemes for 6 years, 10 years and 12 years at 10%, 12% and 15% simple interest respectively. At the completion of each scheme, he gets the same interest. The ratio of his investment is 2:3:4, 4:3:2, 3:4:6, 6:3:2. ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. 3 സ്കീം ഉണ്ട്. ടൈം പീരീഡ് ഡിഫറെന്റ് ആണ്. 6, 10, 12. റേറ്റ് ഡിഫറെന്റ് ആണ്. 10, 12, 15. പക്ഷെങ്കിൽ ഓരോ സ്കീമിൽ നിന്ന് സെയിം ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പം റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, റേഷ്യോ സമ്മ വെച്ചേക്കുന്നത് എങ്ങനെ ചെയ്യാം? റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റേഷ്യോ ഓഫ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എന്താ വരുന്നത്? നമ്മൾ പഠിച്ചതാണ്. ഇൻട്രസ്റ്റ് സെയിം ആണെങ്കിൽ 1/R1T1 1/R2T2 1/R3T3. എമൗണ്ട് ആണ് സെയിം എങ്കിലോ, പറഞ്ഞ എമൗണ്ട് ആണ് സെയിം എങ്കിലോ 1/100 plus R1T1 1/100 plus R2T2 1/100 plus R3T3. ഓക്കെ, ഇവിടെ എന്താ വരുന്നത്? റേറ്റ് ആദ്യത്തെ കേസിൽ 10% ആണ് 6 ഇയേഴ്സിലേക്ക്. അടുത്ത 12% ആണ് 10 ഇയേഴ്സിലേക്ക്. അടുത്ത 15% ആണ് 12 ഇയേഴ്സിലേക്ക്. ഓക്കെ, നോക്കുക, സിംപ്ലിഫൈ ചെയ്യാതെ 1/160 1/120 1/180. ഓക്കെ, 0 0 പോവും. 6 വെച്ച് കട്ട് ചെയ്യാം. 1 2 3. ഇത് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്. അപ്പൊ അത് LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 2ന്റെ 3ന്റെ LCM 6 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 6:3:2 6:3:2 ഓക്കെ, ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി. അപ്പം റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1/R1T1 1/R2T2 1/R3T3 ആണ്. ഇൻട്രസ്റ്റ് സെയിം ആണ്. അപ്പൊ നമുക്ക് 1/60 1/120 1/180 എന്ന് കിട്ടി. സിംപ്ലിഫൈ 1:1/2 1/3 കിട്ടും. ഫ്രാക്ഷനിലാണ് റേഷ്യോ വന്നിരിക്കുന്നതെങ്കിൽ ഇത് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിനോമിനേറ്ററിന്റെ LCM എടുക്കും. ഇവിടെ 2ന്റെ 3ന്റെ LCM 6 വെച്ചിട്ട് ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1 × 6 6, 1/2 × 6 3, 1/3 × 6 2 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? 6:3:2 എന്ന് കിട്ടും. 6:3:2. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ മാൻ ഇൻവെസ്റ്റഡ് 1/3 of his capital at 7%, 1/4 at 8% and the remainder at 10%. If his annual income is 561, the capital is 5,400, 6,000, 6,600, 7,200.
ഒരാള് 1/3 ക്യാപിറ്റല് 7%, 1/4 8%, ബാക്കി 10%നുമാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു വർഷം അയാൾക്ക് 561 രൂപ കിട്ടിയെങ്കിൽ ക്യാപിറ്റൽ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഒന്നുകിൽ ക്യാപിറ്റൽ എക്സാക്ട് എടുത്തിട്ട് സോൾവ് ചെയ്യാൻ, ഇക്വേറ്റ് ചെയ്യാൻ. അതിൽ എളുപ്പം ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്യുന്നതാണ്. ഓക്കെ, ഞാനിപ്പോ ക്യാപിറ്റലിന്റെ വാല്യൂ 1200 എന്ന് എടുക്കും. എന്തുകൊണ്ടാണ് 1200 എടുക്കാൻ കാര്യം? 1/3 കണ്ടുപിടിക്കണം, 1/4 കണ്ടുപിടിക്കണം. 3ഉം 4ഉം 3rd 4. 3 4ന്റെ LCM എത്ര? 12 ആണ്. അപ്പൊ 12ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എളുപ്പം കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ എടുക്കാൻ കാര്യം? എല്ലാത്തിന്റെ റേറ്റ് പെർസെന്റേജ് ആണ്. പെർസെന്റേജ് വരുന്നതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂ ഏതാ? 100 ആണ്. അപ്പൊ 12ഉം വാല്യൂ 100 പറഞ്ഞപ്പോൾ നമ്മളൊരു കൺവീനിയന്റ് ആയിട്ട് 1200 എടുത്തു. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ 1200 ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ 1/3 എന്ന് പറയുന്നത് എത്രയാ? 400 രൂപ. ഇതിന്റെ 1/4 എന്ന് പറയുന്നത് എത്രയാ? 300. ബാക്കി എത്ര വരുന്നത്? 500. ഓക്കെ, ഇത് എത്ര ശതമാനം എന്നാ പറഞ്ഞേക്കുന്നത്? എത്ര ശതമാനം നടക്കുന്നത്? 7%. ഇത് 8%. ഇത് 10%. 400ന്റെ 7% എത്രയാ? 7 × 4 28. 300ന്റെ 8% എത്ര? 8 × 3 24. 500ന്റെ 10% 50. അതെല്ലാം കൂടെ കൂട്ടുന്നതിന് എത്ര വരും? എല്ലാം കൂടെ കൂട്ടുന്ന 102 എന്ന് വരും. അതായത് 1200 ആണ് എന്റെ ക്യാപിറ്റൽ എങ്കിൽ എനിക്ക് 102 ആണ് കിട്ടുന്നത്. അപ്പൊ എത്രയാണ് ക്യാപിറ്റൽ? എനിക്ക് എത്രയാ കിട്ടണ്ടേ? എത്ര വന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ 561 കിട്ടണം. 561 കിട്ടണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 561 × 1200 ഡിവൈഡഡ് ബൈ 102. 102. ഓക്കെ, 2 വെച്ച് കട്ട് ചെയ്തു. 600 വന്നു. 51 വന്നു. 51 × 11 ആണ് 561. 11 × 600 6600 എന്ന് കിട്ടും. അതായത് ക്യാപിറ്റൽ 6600 എന്ന് കിട്ടും. ഓപ്ഷൻ സി 6600 എന്ന് കിട്ടും. ഓക്കെ, ക്യാപിറ്റൽ 1200 എടുത്തത് മനസ്സിലായോ? അത് ക്ലിയർ ആയോ? ചുമ്മാ അസ്യൂം ചെയ്ത് എങ്ങനെയാന്ന്? അതായത് 1/3 1/4 കണ്ടുപിടിക്കാം. അപ്പൊ 3ഉം 4ഉം LCM 12. 12ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എളുപ്പം കട്ട് ചെയ്യാം. 12ന്റെ മൾട്ടിപ്പിൾ എടുത്തു. പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ട 1200 എടുത്തു. നമ്മൾ ഓരോന്നും 1200 ആണെങ്കിൽ 1/3 400, 1/4 300. ബാക്കി എത്രയാ? 1200 700 കുറച്ചാൽ 500 വന്നു. അതിന്റെ 7%. 400ന്റെ 7% 28. 300ന്റെ 8% 24. 500ന്റെ 10% 50. 1200 ആണെങ്കിൽ 102 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാകുമ്പോഴാണ് 521 കിട്ടുന്നത്? 6600 എന്ന് കിട്ടും. 6600. ഓപ്ഷൻ സി എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 25. The simple interest on rupees 7,300 from 11 May 1987 to 10 September 1987, both days included, at 5% per annum is rupees 123, rupees 103, rupees 200, rupees 223. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പ്രിൻസിപ്പൽ വന്നിട്ടുണ്ട് 7300. റേറ്റ് വന്നിട്ടുണ്ട് 5% per annum. ടൈം തന്നിട്ടുണ്ട് എത്ര വർഷം? ഇല്ല, ഇത് തന്നിട്ടില്ല. പക്ഷെ അതിനെ നമുക്ക് തന്നിരിക്കുന്നതിന് പകരം 11 മെയ് തൊട്ട് 10 സെപ്റ്റംബർ വരെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. 2 ദിവസവും ഇൻക്ലൂഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡേയ്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നോക്കാം. 11 മെയ് അല്ലേ? അപ്പൊ മെയ്യിൽ എത്ര ഉണ്ട്? മെയ്യില് 11 മെയ് തൊട്ടിട്ടാണ് വരുന്നത്. 11 മെയ് തൊട്ടിട്ട്. അപ്പൊ മെയ്യിൽ ആദ്യത്തെ 10 ദിവസം പോയി, ബാക്കി 21 ദിവസം. ജൂണിൽ എത്രയുണ്ട്? ജൂണിൽ 30 ഉണ്ട്. ജൂലൈയിൽ എത്ര ഉണ്ട്? ജൂലൈയിൽ 31 ഉണ്ട്. ഓഗസ്റ്റിൽ എത്രയുണ്ട്? ഓഗസ്റ്റിൽ 31 ഉണ്ട്. സെപ്റ്റംബർ എന്ന് വരെ എന്നാ പറഞ്ഞേക്കുന്നത്? സെപ്റ്റംബറിൽ 10 വരെ, 10 ദിവസം. ഈ ഡേയ്സ് എല്ലാം കൂടെ കൂട്ടിക്ക് എത്ര വരുമെന്ന് നോക്കി. 21 51 82 113 123 ദിവസം എന്ന് കിട്ടും. ഓക്കെ, ടൈം എന്ന് പറയുന്നത് 123 ഡേയ്സ് ആണ്. അപ്പൊ ഡേയ്സ് നമുക്ക് ഇടാൻ പറ്റുമോ? ഇല്ല, അത് ഇയറിലാക്കണം. അപ്പൊ ടോട്ടൽ ഒരു വർഷം എത്ര ഡേയ്സ് ആവുള്ളത്? 365 ആണ്. അപ്പൊ 123/365 ഇയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? PRT/100 ആണ്. അപ്പം 5 × 123/365 ഓക്കെ 73 × 5 ഇതും കൂടെ 73 പോവും. 73 ഇതും കൂടെ 100 പോവും. നമുക്ക് എന്ത് കിട്ടും? 123 എന്ന് കിട്ടും. സിമ്പിൾ ഇൻട്രസ്റ്റ് 123. സിംപ്ലിഫൈ ചെയ്യുന്നത് നമുക്ക് 123 എന്ന് കിട്ടും. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓപ്ഷൻ എ 123. ഇവിടെ ആപ്പാടെയുള്ള ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നേരെ ഇയറിലോ മന്തിലോ തരാതെ ഡേയ്സിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഡേയ്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം, ഓരോ മാസം എത്രയുണ്ടെന്നുള്ളത്. അപ്പൊ ഇവിടെ മെയ് 11 തൊട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ആദ്യത്തെ മെയ് 10 ദിവസം ഇല്ല. അപ്പൊ 31 ദിവസം മെയ്യിലുള്ള. അപ്പൊ 31 - 10 21. ജൂണിൽ മൊത്തമുണ്ട്. ജൂൺ 30 ദിവസമുള്ള മാസമാണ്. ജൂലൈ ഓഗസ്റ്റ് 31 ദിവസമുള്ള മാസമാണ്. അത് 31 31. സെപ്റ്റംബർ 10 വരെ ആവുള്ള, അതുകൊണ്ട് 10. ഇതെല്ലാം ആഡ് ചെയ്യുന്നത് 123 ദിവസം എന്ന് കിട്ടും. അപ്പൊ ഇയറിലാക്കാൻ 123/365 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്നതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്
123 എന്ന് കിട്ടും. 123. ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ എ എന്ന് വരും. ഓപ്ഷൻ എ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ പേഴ്സൺ ബോറോസ് സം മണി ഫോർ 5 years and the ratio of loan amount is to total interest amount is 5:2. And find the rate of interest. 3%, 6%, 7%, 8%. A person borrows some money for 5 years. Okay. 5 വർഷത്തേക്കാണ് എടുത്തേക്കുന്നത്. ലോൺ എമൗണ്ട് ഇൻട്രസ്റ്റും കിട്ടിയേക്കുന്നത് 5:2 ആണ്. ഓക്കെ. ലോൺ എമൗണ്ടും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5:2 റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആണ്. പ്രിൻസിപ്പൽ ഇസ് ടു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5:2 വന്നിട്ടുണ്ട്. ടൈം 5 years ആണ്. റേറ്റ് എത്രയാണ്? റേറ്റിന്റെ ഇക്വേഷൻ എന്താ ശരിക്കും? 100 into SI by P into T അല്ലേ? നമുക്ക് റേഷ്യോ സെയിം ആയിട്ട് തന്നെ എടുക്കാം. 100 into SI നമുക്ക് 2 ആയിട്ട് എടുക്കാം. SI 2 ആണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ എത്രയാ? 5 ആണ്. 5 into ടൈം 5. എന്ത് വരും നമുക്കത്? 8% കിട്ടും. റേറ്റ് 8% കിട്ടും. അതായത് ഓപ്ഷൻ ഡി എന്ന് വരും. ഓപ്ഷൻ ഡി. ഓക്കെ. അപ്പൊ റേറ്റ് കണ്ടുപിടിക്കാൻ 100 SI by P into T ആണ്. SIയും Pയും ഡയറക്ട്ലി വന്നിട്ട് പക്ഷേ റേഷ്യോ വന്നിട്ടുണ്ട്. അപ്പൊ SI 2 ആണെങ്കിൽ P 5 ആയിരിക്കും. അപ്പൊ SI 2 P 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമ്പിൾ തന്നെ. റേഷ്യോ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ 100 SI by P into T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 8% എന്ന് കിട്ടും. 8%. ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നത്. അടുത്ത നോക്കിയേ. ഇഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 6 years be equal to 30% of the principal, it will be equal to the principal after 20 years, 30 years, 10 years, 22 years. എന്താ പറഞ്ഞേക്കുന്നത്? 6 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പലിന്റെ 30% ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പലിനോട് സെയിം ആണെന്നുണ്ടെങ്കിൽ എത്ര നാളെടുക്കും? ഓക്കെ. എങ്ങനെയാ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കിയത്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് 6 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 30% പ്രിൻസിപ്പലിന്റെ. അങ്ങനെയാണെങ്കിൽ അത് ഈക്വൽ ടു പ്രിൻസിപ്പൽ ആകാനാണ്. 100% പ്രിൻസിപ്പൽ ആകാൻ എത്ര സമയം എടുക്കുമെന്നാണ്, എത്ര വർഷം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 6 years എന്ന് പറയുന്നത് ഞാൻ സ്റ്റെപ്പ് എഴുതി കാണിക്കുന്നുള്ളേ ഉള്ളൂ. ഡയറക്ട്ലി പെട്ടെന്ന് തന്നെ കിട്ടും. 6 years എന്ന് പറഞ്ഞാൽ 30% ഓഫ് പ്രിൻസിപ്പൽ ആണ്. 30% പ്രിൻസിപ്പലിന്റെ ആണ് 6 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? ഒരു വർഷം 30/6 ചെയ്താൽ പോരെ? 5% അല്ലേ? ഒരു വർഷം 5% പ്രിൻസിപ്പലിന്റെ. അടുത്ത വർഷം 5%, അടുത്ത വർഷം 5%. അങ്ങനെ 6 വർഷം ആകുമ്പോൾ 30% ആവും. ഒരു വർഷം 5% ആണെങ്കിൽ എത്ര വർഷം എടുക്കും 100% ആക്കാൻ? 20 വർഷമല്ലേ? കാര്യം 5 into 20 ആണ് 100% എന്ന് പറയുന്നത്. അപ്പം 20 years കഴിയുമ്പോഴാണ് എന്ത് നമുക്ക് 100% ആകുന്നത് എന്ത് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. Simple interest for 6 years be equal to 30% of principal. It will be equal to principal after. 6 വർഷം 30% ആണെങ്കിൽ ഒരു വർഷം 5%. 100% ആകാൻ 20 വർഷം. വേറെ ഒന്നും വേണ്ട. നേരെ ഓപ്ഷൻ എടുക്കാം. 20 years എന്ന് കിട്ടും. 20 years. ഓപ്ഷൻ എ 20 years എന്ന് കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. With a given rate of simple interest, the ratio of principal and amount for a certain period of time is 4:5. After 3 years with the same rate of interest, the ratio of the principal and amount becomes 5:7. The rate of interest is 4%, 6%, 5%, 7%. ഒരു ഗിവൺ റേറ്റ് ഉണ്ട്. അതിനകത്ത് പ്രിൻസിപ്പലും എമൗണ്ടും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ്. ഒരു 3 വർഷം കഴിയുമ്പോൾ പ്രിൻസിപ്പലും എമൗണ്ടും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:7 ആണ്. ഇങ്ങനെയാണെങ്കിൽ റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. എങ്ങനെയാ ചെയ്യുന്നത്? ഇത് പല രീതിയിൽ ചെയ്യാം. എമൗണ്ടിന്റെ ഇക്വേഷൻ P into 1 plus RT/100 വെച്ചിട്ട് ചെയ്യാം. ഇത് A/P യുടെ റേഷ്യോ ഉണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് റേറ്റിന്റെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അതൊരു വഴി. അതിന് എളുപ്പം എങ്ങനെ ചെയ്യാൻ പറ്റും? പ്രിൻസിപ്പൽ എമൗണ്ട് തമ്മിലുള്ള റേഷ്യോ അറിയാം 4:5. 3 വർഷം കഴിഞ്ഞിട്ടുള്ള റേഷ്യോ അറിയാം 5:7. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പലിന് ചേഞ്ച് വരുന്നുണ്ടോ? പ്രിൻസിപ്പലിന് ചേഞ്ച് വരും. ഇപ്പൊ എമൗണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓരോ വർഷം സെയിം തന്നെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അത് ആഡ് ചെയ്തുകൊണ്ട് വരും. പക്ഷെങ്കിൽ എമൗണ്ട് ആഫ്റ്റർ 5 years എമൗണ്ട് ആഫ്റ്റർ 6 years സെയിം തന്നെയാണ്. അല്ല, കുറച്ചുകൂടെ കൂടും. ഒരു ഇൻട്രസ്റ്റും കൂടെ കൂടിയിട്ട് വരും. എമൗണ്ട് ആഫ്റ്റർ 6 years ഒരു ഇൻട്രസ്റ്റ് കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? എമൗണ്ട് ആഫ്റ്റർ 7 years വരും. അല്ലേ? അപ്പൊ അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പം ആലോചിച്ച് നോക്കിയാൽ അപ്പൊ എന്താണ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂ? എന്താണ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്? പ്രിൻസിപ്പൽ കോൺസ്റ്റന്റ് അല്ലേ? ആദ്യം എടുക്കുന്ന കടം അല്ലെങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നതായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ സെയിം ആണ്.
ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ സെയിം ആക്കാൻ വേണ്ടി നമുക്ക് റേഷ്യോ ആണിത്. റേഷ്യോ ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. നമുക്ക് പ്രിൻസിപ്പൽ സെയിം ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 4ന്റെ 5ന്റെ LCM എടുത്തു. LCM എത്രയാ? 4ന്റെ 5ന്റെ LCM 20 ആണ് വരുന്നത്. അപ്പൊ 20 പ്രിൻസിപ്പൽ 20 ആണെങ്കിൽ എന്ത് വരും? ഇത് 20 ആക്കണമെങ്കിൽ ഇത് ഇൻറ്റു 5 ചെയ്യണം, ഇത് എന്ത് ചെയ്യണം? ഇൻറ്റു 5 ചെയ്യണം. അപ്പൊ അത് 25 വന്നു. 3 വർഷം കഴിഞ്ഞപ്പോ പ്രിൻസിപ്പലും എമൗണ്ടിന്റെ റേഷ്യോ എന്ത് വരും? അതും 20. പ്രിൻസിപ്പൽ സെയിം ആക്കുക, നമ്മൾ 20 ആക്കാം. അപ്പൊ അത് ഇൻറ്റു 4 വരും, ഇത് ഇൻറ്റു 28 ആണ്. ഇത്രയും ക്ലിയർ ആയോ? അതായത് നമുക്ക് എന്ത് കേസ് ആണെങ്കിലും പ്രിൻസിപ്പൽ നമുക്ക് സെയിം ആണ്, നമുക്കറിയാം പ്രിൻസിപ്പൽ. അപ്പൊ റേഷ്യോ 2 ഉണ്ട്, അതിനകത്ത് പ്രിൻസിപ്പൽ സെയിം ആക്കണം. അപ്പൊ പ്രിൻസിപ്പൽ 4ഉം 5ഉം ആണ്. അപ്പൊ LCM എടുത്ത് 20. ഇപ്പൊ 20 നമുക്ക് ആക്കണ്ടേ? ഇത് 20 ആക്കണമെങ്കിൽ ഇൻറ്റു 5 ചെയ്യണം. 20 വന്നു, ഇതും ഇൻറ്റു 5 ചെയ്യണം, 25 ആയി. റേഷ്യോ എന്ത് തന്നെ അവിടെ? 4:5 തന്നെ, മാറ്റമൊന്നുമില്ല. ഇൻറ്റു 5 ചെയ്തെന്നുള്ളതേ ഉള്ളൂ, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, റേഷ്യോയ്ക്ക് മാറ്റമൊന്നുമില്ല. ഇവിടെ എന്താ ചെയ്തത്? 20 ആക്കാൻ വേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ 20 ആണെങ്കിൽ എമൗണ്ട് ഇപ്പൊ 25 ആയി. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ 20 ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് 25 ആയി. 3 വർഷം കഴിഞ്ഞപ്പോ എമൗണ്ടിലുള്ള ഡിഫറൻസ് എന്താ? 25-ന്ന് 28 ആയി. അതായത് 3 ആണ് കൂടിയേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ 3 വർഷത്തില് 3 ആണ് കൂടിയേക്കുന്നത് എമൗണ്ട്. ഓക്കെ, അപ്പൊ 3 വർഷത്തില് 3 കൂടിയെന്ന് പറഞ്ഞാൽ 3 വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി എത്രയാണ്? 3 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാമല്ലോ. റേറ്റ് എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു SI/P ഇൻറ്റു T ആണ്. ഇവിടെ SI 3 ആണ് കൂടിയേക്കുന്നത്. പ്രിൻസിപ്പൽ എത്രയായിരുന്നു? 20 ആണ്. ടൈം എത്ര? 3 വർഷം കഴിഞ്ഞപ്പോ. അപ്പൊ എത്ര കിട്ടി? 3 പോയി 5%. 5%. ഓപ്ഷൻ സി 5% കിട്ടും. ഇവിടുത്തെ കേസിൽ പ്രിൻസിപ്പൽ സെയിം ആയതുകൊണ്ട് നമ്മൾ റേഷ്യോയ്ക്ക് അത് പ്രിൻസിപ്പൽ സെയിം ആക്കാൻ നോക്കി. ഇത് 20 ആക്കി, ഇത് 20 ആക്കി. ഇത് 20 ആക്കാൻ വേണ്ടി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് 20 ആക്കാൻ വേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 20 എന്നുള്ളത് 25 ആയി, 20 എന്നുള്ളത് 28 ആയി 3 വർഷം കഴിഞ്ഞപ്പോ. 3 വർഷത്തെ ഇൻക്രീസ് എന്ന് പറയാൻ എത്രയാണ്? 3 ആണ്. 3 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് 3 കിട്ടിയേക്കുന്നത്. 3 വർഷത്തെ ഇൻട്രസ്റ്റ് 3 ആണെങ്കിൽ ബാക്കി നമുക്ക് 100 SI/P ഇൻറ്റു T വെച്ചിട്ട് റേറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Ratio of principal and amount after 1 year is 10:12. The rate of interest per annum is 12%, 16%, 18%, 20%. പ്രിൻസിപ്പലും എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ നമ്മൾ റേഷ്യോ 10:12 ആണ്. പ്രിൻസിപ്പലും എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ 12 ആണ്. പ്രിൻസിപ്പൽ 10 ആണെങ്കിൽ എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ 12 ആണ്. അപ്പൊ അവിടുത്തെ ഇൻട്രസ്റ്റ് എന്ത് വരും? ഇൻട്രസ്റ്റ് 2 വരും അല്ലെ? ഇൻട്രസ്റ്റ് 2 വരും. ഇവിടുത്തെ റേറ്റ് എന്ത് വരും? നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രയാ റേറ്റ്. റേറ്റ് 20% എന്ന് വരും. 20%. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി എന്ന് വരും. ഇതെങ്ങനെ 20% തന്നെ? പ്രിൻസിപ്പൽ 10 ആണ്, റേറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് 2 കിട്ടി. അപ്പം 2 കിട്ടണമെന്നുണ്ടെങ്കിൽ 10ന്റെ എത്ര ശതമാനമാണ്? 10ന്റെ 20% 2 പറയുന്നത്. അപ്പൊ നമുക്ക് റേറ്റ് 20% കിട്ടി. ഇത് 1 ഇയറിലെയാണ്. 1 ഇയറിലെയാണ്. ഓക്കെ, അതില്ലെന്നുണ്ടെങ്കിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു SI/P ഇൻറ്റു T ആണ്. 100 ഇൻറ്റു സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് 2 കിട്ടി. കാര്യം പ്രിൻസിപ്പൽ 10 ആണ്, എമൗണ്ട് 12 ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞതിന്റെ ഡിഫറൻസ് ആണ് 2 കിട്ടി. ബൈ P ഇൻറ്റു T 1 ഇയർ ആണ്. ഓക്കെ, എന്ത് കിട്ടി? 20% കിട്ടി. നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രിൻസിപ്പൽ 10 ആണ്, എമൗണ്ട് 12 ആയി. അപ്പൊ 10 12 ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ആലോചിക്കാം. 10 എന്നുള്ളൊരു സംഖ്യ 12 ആണ്. എത്രയാണ് ഇൻക്രീസ് ആയത്? എത്ര ശതമാനമാണ് കൂട്ടണ്ടേ? 20%. 10% എന്ന് പറയുമ്പോൾ 11 ആവും. 20% ആകുമ്പോൾ 12. അപ്പൊ 20% കൂടിയേക്കുന്നത്. റേറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് 20%. 1 ഇയറിലാണ് വന്നേക്കുന്നത്. പ്രിൻസിപ്പൽ 10 ആണെങ്കിൽ എമൗണ്ട് 12 1 വർഷം കഴിഞ്ഞപ്പോ. അപ്പൊ എത്ര ശതമാനം കൂടിയേക്കുന്നത്? 20% കൂടിയേക്കുന്നത്. അപ്പൊ റേറ്റ് എത്രയാ? 20%. അപ്പൊ അങ്ങനെ ആലോചിക്കാം. ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് കണ്ടുപിടിക്കണമെന്നില്ല. 10 12 ആയാൽ എത്രയാ കൂടിയേക്കുന്നത്? 20%. അങ്ങനെയും ചെയ്യാം. ഓക്കെ, എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 സെക്കൻഡ് മതി സോൾവ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ അല്ലേ അത്? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ബേസിക് ഫോർമുല, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ PRT/100. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ അത് എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. പ്രിൻസിപ്പൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നെങ്കിൽ 100 SI/R ഇൻറ്റു T. റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നെങ്കിൽ 100 SI/P ഇൻറ്റു T. ഓക്കെ, ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ റേഷ്യോ വന്നേക്കുന്നെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, ആ പിയും എയും തന്നെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If a man receives on 1/4 of his capital 3% interest, on 2/3 5%, and on the remaining 11%, the percentage he receives on the whole is 4.5%, 5%, 5.5%, 5.2%. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരാൾക്ക് ഒരു ക്യാപിറ്റൽ ഉണ്ട്, അതിന് 1/4 3% ഇൻട്രസ്റ്റ് കിട്ടും.
2/3 എമൗണ്ടിന് 5% കിട്ടും, ബാക്കിക്ക് 11% കിട്ടും. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ അയാൾക്ക് എത്ര റേറ്റ് ആണ് കിട്ടുന്നത്, എത്ര ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന എക്സ് ആയിട്ട് എടുക്കാം, അതല്ല നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വാല്യൂ അസ്യൂം ചെയ്യാം. ഇപ്പൊ ഇവിടെ 1/4 എടുക്കുന്നുണ്ട്, 2/3 എടുക്കുന്നുണ്ട്. അപ്പൊ ഡിനോമിനേറ്റർ 4ഉം 3ഉം തന്നെയാണ്. ഇപ്പൊ LCM 12 ആണ്. അപ്പൊ 12ന്റെ മൾട്ടിപ്പിൾ എടുക്കാം, പെർസെന്റേജ് ആയതുകൊണ്ട് നമുക്ക് 1200 എന്ന് എടുത്തു. ഓക്കെ, ഇനി 1/4 ഉണ്ട്, 2/3 ഉണ്ട്, റിമൈനിങ് ഉണ്ട്. 1/4 എത്ര വരും? 300. 2/3 എത്ര വരും? 800. ബാക്കി എത്ര? ഇത് 300 800 1100 ആയി. ബാലൻസ് 100. ഇനി ആദ്യത്തെ 1/4 എത്ര ആയിട്ടേക്കുന്നത്? 3% ആണ് കിട്ടുന്നത്. 3%. ഈ 800 എത്ര കിട്ടുന്നത്? 5% കിട്ടുന്നത്. ബാക്കിക്ക് 11%. അപ്പൊ എത്ര വരും നോക്കിയാൽ 300ന്റെ 3%, 3 × 3 9. 800ന്റെ 5%, 5 × 8 40. 100ന്റെ 11%. എത്ര കിട്ടി? 11. ഇതെല്ലാം കൂടെ കൂട്ടുന്നുണ്ട് എന്ത് വരും നമുക്ക്? 16 കിട്ടി. അപ്പൊ അതായത് 1200 രൂപയ്ക്ക് പ്രിൻസിപ്പൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 60 ആണ് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയിട്ട്. അപ്പൊ റേറ്റ് എത്രയാണ്? റേറ്റ് എന്ന് പറയുന്നത് 100 × SI 60/പ്രിൻസിപ്പൽ × 10 1 ഇയർ ആണ്. ഓക്കെ, 5% കിട്ടും റേറ്റ്. റേറ്റ് 5%. ഓപ്ഷൻ ബി 5% കിട്ടും. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ അസ്യൂം ചെയ്ത് അല്ലെങ്കിൽ എക്സ് എന്നുള്ള രീതിയിൽ എടുത്ത് സോൾവ് ചെയ്യാം. അത് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അത് പ്രോബ്ലം ഇല്ല. ഇവിടെ ക്യാപിറ്റൽ അസ്യൂം ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയി. ക്യാപിറ്റൽ അസ്യൂം ചെയ്യുന്നത് എങ്ങനെ? 1/3 1/4 അങ്ങനെയൊക്കെ വരുന്ന ഡിനോമിനേറ്ററിന്റെ LCM എടുക്കുക. ഇപ്പൊ 1/4 2/3 ആണ്. അപ്പൊ 4ഉം 3. 12ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. പിന്നെ പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് 100 കൂടെ വരും. അപ്പൊ 1200 എടുത്ത് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 1/1200 1/4 300, 2/3 800, ബാക്കി 100. അപ്പൊ അതിന്റെ ഓരോ ശതമാനങ്ങളും കണ്ടുപിടിച്ചു. ടോട്ടൽ 60 വരുന്നത്. 1260 കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയാണ്? 5% ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The amount ₹2,100 became ₹2,352 in 2 years at simple interest. If the interest rate is decreased by 1%, what is the new interest? 210, 220, 242, 252. 2100 എന്നുള്ള ഒരു എമൗണ്ട് 2352 2 വർഷം കൊണ്ട്. ഓക്കെ, പ്രിൻസിപ്പൽ ഉണ്ട്, എമൗണ്ട് ഉണ്ട്, ടൈം ഉണ്ട്. ഓക്കെ, നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാം. അവിടെ ഇപ്പൊ റേറ്റ് 1% കുറച്ച് കഴിഞ്ഞാൽ പുതിയ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇത് നമുക്ക് എളുപ്പം സോൾവ് ചെയ്യാം. സപ്പോസ് ഇപ്പൊ പ്രിൻസിപ്പൽ 2100 ആണ്, എമൗണ്ട് എന്ന് പറയുന്നത് 2352 ആയി, ടൈം 2 ഇയേഴ്സ് ആണ്. ഓക്കെ, ഇത് നമുക്ക് റേറ്റ് ഡയറക്ട്ലി കണ്ടുപിടിക്കാം. ഇതിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ആണ് 252 ആണ്. ഇതിന്റെ ഡിഫറൻസ് 252 ആണ്. അപ്പൊ നമുക്ക് റേറ്റ് നമുക്ക് ഡയറക്ട്ലി കണ്ടുപിടിക്കാം. 1% കുറയ്ക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ റേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് 1% കുറച്ചിട്ട് അങ്ങനെ സോൾവ് ചെയ്യാം. അതല്ലാതെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നമുക്കിത്? അല്ലാതെ എളുപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ പ്രിൻസിപ്പൽ 2100 ആയിരുന്നു. അപ്പൊ അവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 252 ആണ് 2 വർഷത്തേക്ക്, 2 ഇയേഴ്സ്. ഓക്കെ, റേറ്റ് 1% കുറച്ചാൽ എത്രയാണ് പുതിയ ഇൻട്രസ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സപ്പോസ് റേറ്റ് 1% കുറച്ചു. ഓക്കെ, 1% റേറ്റ് കുറച്ചാൽ എന്താ സംഭവിക്കുന്നത്? 2100 ആണ് പ്രിൻസിപ്പൽ. 2100ന്റെ 1% എന്ന് പറയുന്നത് എത്ര വരും? 2100ന്റെ 1% എന്ന് പറയുന്നത് ശരിക്കും 21 അല്ലേ? 21. അപ്പൊ 21 രൂപയാണ് ഇൻട്രസ്റ്റ് കുറയുന്നത് 1 വർഷം. 2 വർഷം ആകുമ്പോഴോ 42 ആണ് കുറയുന്നത്. 252 42 കുറയ്ക്കുക. അപ്പൊ എത്ര വരും? 210 ആയിരിക്കും പുതിയ ഇൻട്രസ്റ്റ്. അതായത് നമുക്ക് ഡയറക്ട്ലി റേറ്റ് പെർസെന്റേജ് ഒന്നും കണ്ടുപിടിക്കാതെ നമുക്ക് സോൾവ് ചെയ്യാം. മനസ്സിലായോ? നമുക്ക് 2100 എന്നുള്ള പ്രിൻസിപ്പൽ 2352 ആയി. 252 രൂപയായിരുന്നു അവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 വർഷത്തെ. ഓക്കെ, 1% കുറച്ചാൽ എത്രയാണ് പുതിയ ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചാൽ 1% കുറച്ചാൽ എത്രയാണ്? 2100ന്റെ 1%, 21 രൂപ. 2 വർഷം ആകുമ്പോൾ 42 രൂപ. അത് 252 കുറയ്ക്കുമ്പോൾ 210 രൂപയെന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ ഡയറക്റ്റ് റേറ്റ് പെർസെന്റേജ് ഒന്നും കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് റേറ്റിന്റെ പെർസെന്റേജ് 100 × SI/P × T വെച്ചിട്ട് റേറ്റ് കിട്ടും. റേറ്റ് അവിടെ 6% കിട്ടും. 1% കുറച്ചാൽ റേറ്റ് എത്ര ആകും? 5% ആകും. അത് വെച്ചിട്ട് വീണ്ടും ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ ഈസിയാണ്. റേറ്റ് ഒന്നും കണ്ടുപിടിക്കാതെ ഡയറക്ട്ലി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ അത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. The principal which gives ₹1 interest per day at a rate of 5% simple interest per annum is 5,000, 35,500, 7,300, 3,650. The principal which gives ₹1 interest per day at a rate of 5% simple interest per annum is. പ്രിൻസിപ്പൽ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ പ്രിൻസിപ്പൽ ആണ് ചോദിച്ചേക്കുന്നത്. റേറ്റ് നമുക്കറിയാം
5% ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് എന്താ തന്നേക്കുന്നത്? ഇതില് 1 രൂപയാണ് ഒരു ദിവസം കിട്ടുന്ന ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു വർഷത്തേക്ക് എത്ര കിട്ടും? ഒരു ദിവസം 1 രൂപയാണെങ്കിൽ ഒരു വർഷം 365 ദിവസമാണ്. അപ്പൊ 365 രൂപയെന്ന് കിട്ടും. ടൈം 1 ഇയർ. ഓക്കെ, പ്രിൻസിപ്പൽ എത്ര കിട്ടും? 100 into SI by R into T. എത്ര വരും? 7300 കിട്ടും. 7300. ഓപ്ഷൻ സി എന്ന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നത്. എളുപ്പം നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും, അത് പ്രശ്നമില്ല. അപ്പൊ പ്രിൻസിപ്പൽ ആണ് ചോദിച്ചേക്കുന്നത്. റേറ്റ് വന്നിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു ദിവസം 1 രൂപയാണ്. അപ്പൊ 10 ദിവസം എത്ര? 10 രൂപ. 20 ദിവസം 20 രൂപ. നമുക്ക് ഒരു വർഷത്തെയാണ് വേണ്ടത്. ഒരു വർഷത്തെ ആകുമ്പോൾ എന്താ? 365 രൂപയെന്ന് കിട്ടും. ടൈം നമുക്ക് 1 ഇയർ ആയിട്ട് എടുക്കാം. റേറ്റ് 5% തന്നെ എടുക്കാം. ടൈം 1 ഇയർ, റേറ്റ് 5%, സിമ്പിൾ ഇൻട്രസ്റ്റ് അപ്പൊ ഒരു വർഷത്തേക്ക് 365 രൂപ. ടി മാത്രം കണ്ടുപിടിച്ചാൽ 100 SI by R into T എന്ന് വെച്ചിട്ട് ടി കണ്ടുപിടിക്കാം. 7300 എന്ന് കിട്ടും. 7300. ഓപ്ഷൻ സി എന്ന് കിട്ടും. അത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, എപ്പോഴും ആ ഇക്വേഷൻ ഓർക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ PRT by 100 അല്ലെങ്കിൽ RT percentage of P. എന്നിട്ട് ഓരോ പ്രിൻസിപ്പൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. A boy aged 12 years is left with rupees 1 lakh which is under a trust. The trustees invest the money at 6% per annum and pay the minor boy a sum of rupees 2500 for his pocket money at the end of each year. The expenses of the trustee come out to be rupees 500 per annum. Find the amount that will be handed over to the minor boy after he attained the age of 15 years. 1,25,000, 1,18,000, 1,50,000, 1,20,000. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു ബോയ് ഉണ്ട്, 12 വയസ്സുണ്ട്, 1,00,000 രൂപ കയ്യിലുണ്ട്. അത് ആ ഒരു ട്രസ്റ്റിന്റെ കയ്യിലാണ്. ഓക്കെ, ഒരു ട്രസ്റ്റിന്റെ കയ്യിലാണ് അത് ഇരിക്കുന്നത്. ഈ ട്രസ്റ്റീസ് അത് ഇൻവെസ്റ്റ് ചെയ്യുവാണ് 6% per annum. എന്നിട്ട് ഈ മൈനർ ബോയ്ക്ക് 2,500 രൂപ പോക്കറ്റ് മണി ആയിട്ട് കൊടുത്തു എല്ലാ വർഷവും. ഓക്കെ, ഈ ട്രസ്റ്റിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്ന 500 രൂപയാണ് ഒരു വർഷം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് ദാറ്റ് വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദ മൈനർ ബോയ് ആഫ്റ്റർ ഹി അറ്റൈൻ ദി ഏജ് ഓഫ് 18 years. ഓക്കെ, ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോഴെല്ലാം നമുക്കിപ്പോ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് എന്നുള്ള വാക്കില്ല, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഒരു ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതെപ്പോഴും ഓർത്ത് വെച്ചേക്കാം. കോമ്പൗണ്ടഡ് എന്നുള്ള വാക്കോ അല്ലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നോർമലി സിമ്പിൾ ഇൻട്രസ്റ്റിൽ അത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ബോയുടെ കയ്യിൽ എത്ര രൂപയുണ്ട് ശരിക്കും? അതാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. 1,00,000 രൂപയുണ്ട്. അതാണ് ട്രസ്റ്റിന് കൊടുത്തേക്കുന്നത്. ഓക്കെ, റേറ്റ് എത്രയായിരുന്നു? 6% വെച്ചിട്ട് അവര് അത് ഇൻവെസ്റ്റ് ചെയ്തു 6% per annum. ഓക്കെ, 2,500 രൂപയാണ് മൈനർ ബോയ്ക്ക് എല്ലാ വർഷവും കൊടുക്കുന്നത്. എക്സ്പെൻസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഓക്കെ, എന്നാലോചിക്കും, ട്രസ്റ്റിന്റെ ശരിക്കുമുള്ള എക്സ്പെൻസ് ശരിക്കും എന്താ? 2,500 രൂപ മൈനർ ബോയ്ക്ക് കൊടുക്കുന്നു പ്ലസ് 500 രൂപ, അതായത് 3,000 രൂപയാണ് ഒരു വർഷം ട്രസ്റ്റിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. 2,500 രൂപ പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കുന്നത്, 500 രൂപ ട്രസ്റ്റിന്റെ എക്സ്പെൻസസ്, അതായത് ട്രസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ പോകുന്നെന്ന് പറഞ്ഞത് അതാ ട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൈനർ ബോയ്ക്കും കൊടുത്തു, പിന്നെ 500 രൂപ അവരുടെ എക്സ്പെൻസസ് വന്നിട്ടുണ്ട്. അങ്ങനെ 3,000 രൂപയാണ് ഒരു വർഷം അവർക്ക് ചെലവാകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എമൗണ്ട് എത്രയാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് മൈനർ ബോയ്ക്ക് ആഫ്റ്റർ ഹി അറ്റൈൻ ദി ഏജ് ഓഫ് 18 years. അപ്പൊ 18 years കഴിയുമ്പോൾ എത്ര എമൗണ്ട് ആണ് ഹാൻഡ് ഓവർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എമൗണ്ട് ഹാൻഡഡ് ഓവർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 1,00,000 രൂപയുടെ കയ്യിലുണ്ട്, അത് ട്രസ്റ്റിന് കൊടുത്ത് ട്രസ്റ്റ് അത് ഇൻവെസ്റ്റ് ചെയ്യും. 6% റേറ്റ്. ടൈം അവിടെ എത്ര നാളത്തേക്കായിരുന്നു ഉണ്ടായിരുന്നത്? ടൈം ബോയ്ക്ക് 12 വയസ്സ് തന്നിട്ടുണ്ട്, 18 വയസ്സാകുമ്പോഴാണ് കൊടുക്കണം. അപ്പൊ ടൈം എത്രയാ? ടൈം 6 years ആണ്. ടൈം 6 years ആണ്. ഓക്കെ, അപ്പൊ എത്ര കിട്ടും ഇവിടുത്തെ എമൗണ്ട്? ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ RT percentage 36%. 1,00,000 36%, 36,000 രൂപ. അപ്പൊ എമൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? 1,36,000 എന്ന് കിട്ടും. ഓക്കെ, 6% 6 വർഷത്തേക്കാകുമ്പോൾ 36%, 36% 1,00,000 36,000 രൂപ. അപ്പൊ 1,36,000 രൂപയാണ് കൊടുക്കേണ്ടത്. പക്ഷെ കുറെ എക്സ്പെൻസസ് വന്നിട്ടുണ്ട്, 3,000 രൂപ ഒരു വർഷത്തേക്ക്. അങ്ങനെ 6 വർഷമുണ്ട്. അപ്പം 18,000 രൂപ എക്സ്പെൻസ് ഉണ്ട്. 1,36,000 മൈനസ് 18,000 അപ്പൊ എന്ത് കിട്ടും? 1,18,000 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. 1,18,000. ഓപ്ഷൻ ബി 1,18,000 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിരുന്നത്. 1,00,000 രൂപ കയ്യിലുണ്ട്, ട്രസ്റ്റിന് കൊടുത്ത് ട്രസ്റ്റ് അത് ഇൻവെസ്റ്റ് ചെയ്തു. 12 വയസ്സുള്ളായിരുന്നു കോച്ച്, 18 വയസ്സാകുമ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ 6 വർഷത്തേക്കാണ്. അപ്പൊ 6 years 6%, അപ്പൊ 36% RT percentage of P 36,000 എന്ന് കിട്ടി. 1,36,000 ആയിരുന്നു കൊടുക്കണ്ടേ, പക്ഷെ എക്സ്പെൻസ് ഉണ്ട്. 2,500 രൂപ പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കുന്നതും
പ്ലസ് 500 രൂപ അല്ലാത്ത എക്സ്പെൻസ്. അപ്പൊ മൊത്തം 3000 രൂപ ഒരു വർഷമുണ്ട്. അങ്ങനെ 6 വർഷത്തേക്ക് 18,000 രൂപ. അത് കുറച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. 1,18,000 എന്ന് കിട്ടും. 1,18,000 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ അത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If A borrowed rupees P at X% and B borrowed rupees Q is greater than P at Y% per annum at simple interest at the same time, then the amount of their debts will be equal after 100 into Q minus P by Px minus Qy years, 100 into Px minus Qy divided by Q minus P years, 100 into Px minus Qy divided by P minus Q years, 100 into P minus Q by Px minus Qy years. A എന്ന് പറയുന്നത് P റുപ്പീസ് ബോറോ ചെയ്തു X%. ഓക്കെ, ബി എന്ന് പറയുന്നത് Q റുപ്പീസ് ബോറോ ചെയ്തു, അത് P യെക്കാളും കൂടുതൽ തന്നിട്ടുണ്ട്, അത് Y% per annum at simple interest at the same time. Then the amount of their debts will be equal after. Amount of their debts will be equal after. എത്ര വർഷം കഴിയുമ്പോഴാണ് ഇവരുടെ എമൗണ്ട് സെയിം ആകുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആ ടൈം ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ലെറ്റ് ദ എമൗണ്ട് ബി സെയിം ആഫ്റ്റർ T years എന്ന് വിചാരിക്കും. T years. ഓക്കെ, T years ആണെന്ന് വിചാരിക്കും. അപ്പൊ P റുപ്പീസ് ബോറോ ചെയ്തു X% ആയിരുന്നു റേറ്റ് എന്ന് പറയുന്നത്. ബി ബോറോ ചെയ്ത് Q റുപ്പീസ് ആണ്, അത് Y% ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, സെയിം ടൈം. ഓക്കെ, അപ്പൊ ഈ എമൗണ്ട് ഇവരുടെ സെയിം ആകുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. അപ്പൊ എമൗണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എന്താ, ഇവിടെ P ആണ്. പ്ലസ് ഇൻട്രസ്റ്റ് എന്താ, PRT/100 ആണ്. അപ്പൊ പ്രിൻസിപ്പൽ P തന്നെ, X ആയിരുന്നു റേറ്റ്, ടൈം T എന്ന് എടുക്കുക /100. ഇവിടുത്തെ കേസിൽ Q ആണ് ബോറോ ചെയ്യുന്നത്, അതായത് Q റുപ്പീസ് ആണ് ബോറോ ചെയ്യുന്നത്. അപ്പൊ Q ആണ് പ്രിൻസിപ്പൽ, അവിടുത്തെ Q ഇൻറ്റു റേറ്റ് Y ആണ്, ടൈം T. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യുന്നത്, നമ്മൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് Q ആണ് ഗ്രേറ്റർ ദാൻ P, അപ്പം P അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് എന്ത് വരും, PXT/100 മൈനസ് QYT/100 എന്ന് പറയുന്നത് Q മൈനസ് P എന്ന് വരും. ഓക്കെ, T ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ മേളിലോട്ട് എഴുതാൻ ഇനി T എന്ന് പറയുന്നത് 100 ഇൻറ്റു 100 അങ്ങോട്ട് എടുത്ത് കോമൺ ആയിട്ട് Q മൈനസ് P ഡിവൈഡഡ് ബൈ എന്ത് വരും, T കോമൺ എടുത്താൽ PX മൈനസ് QY എന്ന് വരും. PX മൈനസ് QY. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ ഏതെങ്കിലും? ഉണ്ട്. ഓപ്ഷൻ A തന്നെ അങ്ങനെയാണ്. T എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു Q മൈനസ് P ബൈ PX മൈനസ് QY എന്ന് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ A എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഇത്ര ചെയ്തോളൂ. എമൗണ്ട് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് സെയിം ആഫ്റ്റർ എത്ര ഇയേഴ്സ്, അതാണ് കണ്ടുപിടിക്കുന്നത്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ, പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. പ്രിൻസിപ്പൽ ഇവിടെ P, ഇവിടെ Q. അപ്പൊ P പ്ലസ് P ഇൻറ്റു XT/100. ഇവിടെ Q പ്ലസ് Q ഇൻറ്റു YT/100. അതായത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. എമൗണ്ട് ആണ് സെയിം. ഓക്കെ, ഇനി P യെ അങ്ങോട്ട് എടുത്തു, Q മൈനസ് P ഇത് ഇങ്ങോട്ടും എടുത്തു. 100 രണ്ടും കൂടെ അങ്ങോട്ട് പോയി 100 ഇൻറ്റു Q മൈനസ് P ആയി. T കോമൺ എടുത്ത് കഴിയുമ്പോൾ PX മൈനസ് QY എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുന്നോണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എത്ര വരും, 100 ഇൻറ്റു Q മൈനസ് P ബൈ PX മൈനസ് QY ഇയേഴ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ A എന്ന് കിട്ടും. ഓപ്ഷൻ A. ഓക്കെ, ക്ലിയർ അല്ലേ അത്? അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന, പലിശ എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. സിമ്പിൾ ഇൻട്രസ്റ്റ് യൂണിഫോംലി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലാ വർഷവും അത് സെയിം തന്നെ ആയിരിക്കും, യൂണിഫോംലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രിൻസിപ്പലിനെ മാത്രമാണ്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലോ പ്രിൻസിപ്പലിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇൻട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഓരോ വർഷം ഡിഫറന്റ് ആയിട്ടാണ് വരുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് പവർഫുൾ, സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ആണ്, കാൽക്കുലേറ്റ് ചെയ്യാനും എല്ലാം. കോമ്പൗണ്ടിങ് ആണ് പവർഫുൾ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, PRT/100. P മാറുന്ന Tന്റെ ഇക്വേഷൻ അറിയാം. ഓക്കെ, പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ RT% ഓഫ് P ആണ്, RT% ഓഫ് P. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് n ടൈംസ് ഓഫ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര, 100n/T. സം n ടൈംസ് ഓഫ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റ് എന്ന് പറഞ്ഞാൽ 100n-1/T. ഒരു സം n1 ടൈംസ് ആയി T1 ഇയേഴ്സിൽ, n2 ടൈംസ് ആയി T2 ഇയേഴ്സിൽ. അപ്പൊ T2 എന്ന് പറയുമ്പോൾ എത്ര, n2-1/n1-1 ഇൻറ്റു T1. ഓക്കെ, ഒരു സം n പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇൻട്രസ്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ എന്താ, 1/R1 T1 1/R2 T2 1/R3 T3. എമൗണ്ട് ആണ് സെയിം എങ്കിലോ 1/100 പ്ലസ് R1 T1 1/100 പ്ലസ് R2 T2 1/100 പ്ലസ് R3 T3. ഇത്രയും ഷോർട്ട് കട്ട്സ് ആണ് പഠിച്ചത്. ഇത്രയും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തേക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് വളരെ ഈസി ആണ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസും ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, സിമ്പിൾ ഇൻട്രസ്റ്റ് തറവാക്കുക. ഓക്കെ, അടുത്ത് വന്നിട്ട് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് കടക്കാം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു.